നമസ്കാരം. ഞാനിപ്പോൾ ഇരിക്കുന്നത് പെരുന്തേനരുവിയിലാണ്. നമുക്കറിയാം പമ്പയാറിൻ്റെ ഭാഗമാണ് പെരുന്തേനരുവി. വളരെയേറെ വിനോദസഞ്ചാരികൾ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെരുന്തേനരുവിയുടെ സൗന്ദര്യത്തെപ്പറ്റി പറയാൻ വേണ്ടി മാത്രമല്ല, വളരെ ഭംഗിയുള്ളതാണ്. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുകയുണ്ടായി. വളരെ അതിദാരുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലാത്ത ഒരു കാഴ്ചയായിരുന്നു അത്. അതായത് നമ്മുടെ ഗോവയിൽ അവിടെ ഒരു കുടുംബത്തിലെ 5 പേര് ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് മരണത്തിലേക്ക് പോകുന്നൊരു കാഴ്ച. അതിന് സമാനമായൊരു സാഹചര്യമാണ് ഈ നദിക്ക് ഉള്ളത്, അല്ലെങ്കിൽ ഈ പെരുന്തേനരുവി ഭാഗത്തിന് ഉള്ളതെന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോയിലേക്ക് പോകുന്നത്. ആ ക്യാമറ അങ്ങോട്ട് ചലിപ്പിച്ചാൽ കാണാം. കണ്ടു കഴിഞ്ഞാൽ വളരെ മനോഹരമാണ്. പക്ഷേ ഇവിടെ ഈ നദിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഈ നാട്ടുകാർക്ക് മാത്രം അറിയാം. പെരുന്തേനരുവിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏതാണ്ട് 100-ലധികം ആൾക്കാർ മരിച്ചായിട്ട് നമ്മളെ രേഖകൾ നമ്മൾ പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകുണ്ടായി. പക്ഷേ ഈ നാട്ടുകാരും മരിച്ചിട്ടില്ല. ഇവിടെ സൂയിസൈഡ് ചെയ്തവരുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ അല്ല, ഈ നാട്ടിൽ കെട്ടിച്ചുകൊണ്ട് 1-2 പേരുമൊക്കെ മരിച്ച് നമുക്കറിയാം. അല്ലാതെ ആരും ഇവിടെ മരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ നദിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കാര്യം, ഇവിടുത്തെ ആളുകൾ, ആഴങ്ങൾ, അല്ലെ മലരികൾ, ചുഴലികൾ, ഇതിനെപ്പറ്റിയൊക്കെ നല്ല ധാരണയുള്ളവരാണ് ഈ നാട്ടുകാർ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആരും മരിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുകയാണ്, ഒരു കാരണവശാൽ ഇത് മൺസൂൺ ടൂറിസത്തിൻ്റെ സമയമാണ്. പെരുന്തേനരുവിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും ഇതിൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങിയിട്ട് ഇവിടേക്ക് വരില്ല. ടൂറിസം വകുപ്പ് അത്യാവശ്യം മെസ്സേജുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കുറേ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇതെന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ അടുത്തിടയിലും ഒരാളെ പൊൻകുന്നത്ത് നിന്നിട്ട് ഒരാൾ മരിക്കുകയുണ്ടായി. അപ്പോൾ ഒന്നൊന്നുമല്ല, കൃത്യമായ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊൻകുന്നത്തെ ആൾ മരിച്ച പോലീസ് റെക്കോർഡിലാണ് 100ാമത്തെ ആളാണെന്നാണ് നമുക്കറിയാൻ പറ്റുക. ഈ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഇതൊന്ന് കാണിക്കാമേ. ഇതിനിടയിൽ ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് കാര്യമായ വഴുക്കലില്ല. പക്ഷേ ഇത് ഈ വെള്ളം അല്പം കൂടിയില്ലെങ്കിലും ഇവിടുന്ന് പൊങ്ങി വരുന്ന കുറേ ഇതുണ്ട്. അതിന് പറയുന്നത് തൂവാനം എന്നൊക്കെ പറയും. തൂവാനത്തുമ്പിൽ സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്ന പോലെ തൂവാനം, അതായത് എറിച്ചിൽ എന്ന് പറയും. ഈ എറിച്ചിൽ വീണ് ഇവിടെ എല്ലാം വഴുക്കലാണ് ഈ പ്രദേശങ്ങൾ. ഞാൻ ഈ നാട്ടുകാരനായതുകൊണ്ട് മാത്രമാണ് ഇത്ര അടുത്ത് നിൽക്കുന്നത്. ഒരു കാരണവശാലും ഇത് നിങ്ങൾക്ക് മാറി നിന്ന് ആസ്വദിക്കാം. DTPC അതിന് സംവിധാനം, അത് അവിടേക്കൊന്ന് ആ ക്യാമറ പോയി കാണാം. അവിടെ DTPC ഒരുക്കിയിരിക്കുന്ന ആ ലാൻഡിംഗ് ഒക്കെ നമുക്ക് കാണാം. അവിടെ പോയി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആവോളം ആസ്വദിക്കാം. അപകടരഹിതമാണ്. പക്ഷേ ഒരു കാരണവശാലും അടുത്ത് നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ അപകടമാണ്. നിങ്ങൾ എത്ര നീന്തറിയാവുന്ന ആളാണെന്ന് പറഞ്ഞാലും ഇതിനകത്തെ ഇത് നമുക്ക് ഇത് കാണാം. കണ്ടോ, ഈ ചുഴി പോലെ ഉണ്ട് സംഭവം കിടക്കുന്നത്. അങ്ങോട്ടൊന്ന് വീണ്ടും ക്യാമറ അങ്ങോട്ട് ഒന്ന് പോകാം. ഇത് ഒരുതരം ചുഴികളാണ്. ഇതിൻ്റെ അകത്ത് പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മിക്സിക്കകത്ത് നമ്മൾ പെട്ടുപോകുന്ന അനുഭവമാണ്. അത് ചുഴി കുറച്ചുകൂടെ വ്യക്തമായിട്ട് അഖിൽ പി രാജ് അങ്ങോട്ട് ആ ഒരു ചുഴി കണ്ടോ, അവിടെ അത് നമുക്ക് വ്യക്തമായിട്ട് കാണാം. അവിടെ അതിൻ്റെ അകത്ത് നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ എത്ര നീന്തറിയാം. അത് ഈ നാട്ടുകാരാണെങ്കിൽ പോലും ഒരു പക്ഷേ രക്ഷപ്പെടാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ അതുപോലെ നീന്തലിൽ വൈദഗ്ധ്യമുള്ളവർ മാത്രമാണെങ്കിൽ രക്ഷപ്പെടുത്തുള്ളൂ. നിങ്ങൾക്ക് പെരുന്തേനരുവിയുടെ ഭംഗി ആസ്വദിക്കാം. ഇതിന് മുകളിലൊരു ഡാമുണ്ട്. അതിൻ്റെ ചിത്രത്തിലേക്ക് നമുക്ക് ഉടനെ പോകാം.